ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്യൂട്ടപ്പ് വിത്ത് മീന. എൻ്റെ പേര് അഞ്ജലി. നിങ്ങൾ വളരെ സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് 3 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 3 ഷോർട്സിൽ ഞാൻ 6 പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നത്. ഈ 6 പ്രൊഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തത് 100 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ അതിൽ ഞാൻ 2 ലിപ് ഗ്ലോസും 2 2-in-1 ലിപ്സ്റ്റിക്കും 2 നോർമൽ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മുടെ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ലിപ് ഗ്ലോസിനെ പറ്റി പറയാം. ഞാൻ 2 ലിപ് ഗ്ലോസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓവറോൾ ആ 2 ലിപ് ഗ്ലോസിനെ പറ്റി പറയാം. അത് വന്നിട്ട് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ്. പിന്നെ ഒരു എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആണെന്ന് ചോദിച്ചാൽ അത് ലൈറ്റ് വെയിറ്റ് അല്ല, കാരണം ഒരു തിക്ക് ഫോർമുലയാണ്. അതുകൊണ്ട് ഒട്ടും ലൈറ്റ് വെയിറ്റ് അല്ല. നിങ്ങൾ ഇട്ടതുപോലെ ഫീൽ ചെയ്യും. പിന്നെ അത് വന്നിട്ട് 3 to 4 hours വരെ ലാസ്റ്റ് ചെയ്യും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. റീഅപ്ലൈ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ചെറുതായിട്ട്, വലുതായിട്ടൊന്നും ചെറുതായിട്ടൊരു സ്റ്റിക്കി ആയിട്ട് ഫീൽ, നമ്മൾ ചുണ്ടിട്ട് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സ്റ്റിക്കി ആ ഒരു ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ അത് ഓവറോൾ നോക്കുമ്പോൾ കൊള്ളാം. ഒരു 4 ml പ്രൊഡക്റ്റ്, ഇത് 4 ml ആണ് ഇതിലുള്ളത്. എനിക്ക് കിട്ടിയത് രണ്ടിനും 67 തന്നെയാണ് കിട്ടിയത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെയ്ഡിനെ പറ്റി പറയാം. ഫ്രോസ്റ്റ് 01. അത് വന്നിട്ട് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഷെയ്ഡ്. ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒട്ടും കളറില്ലാത്തൊരു ഷെയ്ഡാണ്. ഇത് നല്ല ഒരു ഹൈഡ്രേറ്റിംഗ് ആണ്. എനിക്ക് ഫീൽ ചെയ്താണ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞ നല്ല ലിപ് ഗ്ലോസ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഈ ഷെയ്ഡ് ഞാൻ നോർമലി ഇട്ടത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. എൻ്റെ ഒരു പിഗ്മെന്റഡ് ലിപ്സ് ആണ്. അപ്പം എൻ്റെ പിഗ്മെന്റഡ് ലിപ്സിലിടുമ്പോൾ അത്രയ്ക്ക് അതിനൊരു ഭംഗി തോന്നില്ല. പക്ഷേ ഈ നല്ല റോസ് കളർ ലിപ്സ് ഉള്ളവരൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയൻ ലുക്ക് ഒക്കെ പോലെ നമുക്ക് ഇരിക്കും. കാരണം അത് ഭയങ്കര ഗ്ലോസി ആയിട്ടിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഭംഗി കാണും. അടുത്ത ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഷീർ കോറൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് ആ ഷീർ കോറൽ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കിന് ഒരു ഗ്ലിറ്ററി ഒരു ഫീൽ ഉണ്ട് ഇതിന്. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഈ പിക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിൽ കുറച്ചുകൂടി ഗ്ലിറ്ററി, ഒരു ഷൈനി ഒരു എഫക്റ്റ് ആണ്. അപ്പം എനിക്ക് എൻ്റെ പൊതുവെ എൻ്റെ ചുണ്ടിൽ കുറച്ച് തിളങ്ങുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യേണ്ട. അല്ല, ഇതൊക്കെ ഇഷ്ടമാണ്, തിളങ്ങിയൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യും. പക്ഷെ ഇത് കുഴപ്പമില്ല. എനിക്ക് ഓവറോൾ നോക്കുമ്പോൾ രണ്ടിലും മറ്റേതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ മറ്റേതിൻ്റെ മറ്റേ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോർമലി ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഒരു മാറ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്ലോസി, അതിപ്പോൾ നമ്മുടെ ഭയങ്കര ഡ്രൈ ആവുന്ന ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ മുകളിൽ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ലുക്ക് കിട്ടും. കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. എനിക്ക് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. അടുത്തത് വന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ബ്ലൂ ഹെവൻ ഹൈപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്. ഷെയ്ഡ് വന്നിട്ട് വൈറ്റ് പ്ലം. ഇതാണ് എൻ്റെ ഷെയ്ഡ്. ഇതാണ് ഷെയ്ഡ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഷെയ്ഡ്. ഈ ഷെയ്ഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ഞാൻ ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുള്ള പിക്കും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നോർമലി നേരത്തെ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോർട്സിൽ നല്ലപോലെ അറിയാൻ പറ്റും. ഇതെന്ന് പറയുന്ന ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് ചേരും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. ഇനി ലിപ്സ്റ്റിക്കിനെ പറ്റി പറയാം. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 30 സെക്കൻഡിനുള്ളിൽ അത് ഡ്രൈ ആവും. പക്ഷെ നമ്മളിപ്പോൾ ലിപ് ബാം ഇട്ടിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നോർമലി ലിപ് ബാം ഇട്ടിട്ടാണ് എല്ലാം അപ്ലൈ ചെയ്യാറ്. അപ്പം ലിപ് ബാം ഇട്ടിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുന്നു ഡ്രൈ ആവുന്നതിന് മുന്നേ ആണെങ്കിൽ പെട്ടെന്ന് പോകും. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്. കുഴപ്പമില്ല. ഇപ്പോൾ ഓയിലി ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ ഒരു 4 to 5 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ അജിയോന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ 3 പ്രൊഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തത് അജിയോന്നാണ്. ഇത് എനിക്ക് 68-നും ബാക്കി 2 ലിപ് ഗ്ലോസ് 67-നും കിട്ടിയത്. ഇപ്പോൾ അജിയോയിൽ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡില്ലേ, ലിപ് ഗ്ലോസിന്റെ ഫസ്റ്റ് കാണിച്ച കളർലെസ് ആയിട്ടുള്ള ഷെയ്ഡ്, അത് അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷെ ഞാൻ ലിങ്ക് എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബയോയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് കാണുമായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം കുറേ നോക്കിയപ്പോഴത്തേക്കിന് ആ ഷെയ്ഡ് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഏറ്റവും ഇപ്പം ആമസോണിലുണ്ട്, വേറെ മിന്ത്രയിലുണ്ട്, വേറെ പല സൈറ്റിലുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് കിടക്കുന്ന സ്മിറ്റൻ എന്ന് പറഞ്ഞ സൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വന്നിട്ട് ഷീർ കോറൽ എന്ന് പറഞ്ഞ ഷെയ്ഡ് അജിയോയിൽ തന്നെയുണ്ട്. അതൊരു 81 ആ റേഞ്ചിന് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് 67 ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ആമസോണിൽ ഒരു 87 ആ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അജിയോയുടെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വന്നിട്ട് ഈ ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ അതെനിക്ക് 68-നാണ് കിട്ടിയത്. ആ റേഞ്ചിനാണ് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഈ 68-നുള്ള ഈ ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ഓൺലൈൻ നോക്കുമ്പോൾ നമുക്ക് 100 സംതിങ്ങിനൊക്കെയാണ് റേഞ്ച് വരുന്നത്. പക്ഷേ ഇതിലും കുറഞ്ഞ റേറ്റിൽ എവിടെ കിട്ടും? പക്ഷേ ആമസോണിലാണെങ്കിൽ 87 എന്തോ ഉള്ളൂ. അപ്പോൾ ഞാൻ ആമസോണിൻ്റെ ലിങ്ക്, ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അടുത്ത ഷോർട്സിൽ ഞാൻ 2 2-in-1 ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6 ഷെയ്ഡ്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം 6 പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഷോർട്സിൽ ഞാൻ ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത് നോക്കി. എനിക്കത് ഒട്ടും ചെയ്യുന്നില്ല. ഞാൻ ആ ഷോർട്സ് നല്ലപോലെ പറഞ്ഞ കണ്ട് ഭൂതത്തെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഈ ഷെയ്ഡ് ചിലപ്പോൾ ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് ചേരുന്നുണ്ടെങ്കിലോ,
അതുകൊണ്ട് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ആ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചു. ഞാൻ രണ്ടാമത്തെ ഷോർട്സിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലിപ്സ്റ്റിക്കിനെ പറ്റിയാണ്. അപ്പം അതിൽ ഫസ്റ്റ് വന്നിട്ട് രണ്ടും മിസ് ക്ലെയറിന്റെ ലിപ്സ്റ്റിക് തന്നെയാണ്. ഫസ്റ്റ് വന്നിട്ട് മിസ് ക്ലെയർ വാട്ടർ പ്രൂഫ് ലിപ്ഫിനിറ്റി ലിപ്സ്റ്റിക് ആണ്. ഹാഷ് 26 ആണ് ഷെയ്ഡ്. എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഷെയ്ഡ് ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. എനിക്ക് ഷെയ്ഡ് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനത്തെ കുറച്ചുകൂടി ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഈ 2 ലിപ്സ്റ്റിക്കും മിസ് ക്ലെയറിനെ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്ത 2 ലിപ്സ്റ്റിക്കും ആണ്. ഇത് 2 ആണ് ഈ ലിപ്സ്റ്റിക്ക്. ഈ 2 ലിപ്സ്റ്റിക് എന്ന് പറയുമ്പം വാട്ടർ പ്രൂഫ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഗാർണിയറിന്റെ മേക്കപ്പ് റിമൂവറാണ്. അപ്പം അത് ഞാൻ എടുത്തിട്ട് ട്രൈ ചെയ്തപ്പോഴത്തേക്കിനും അത് ഞാൻ എത്ര കോട്ടണിൽ യൂസ് ചെയ്തിട്ട് തുടച്ചിട്ടും അത് പോകുന്നില്ല. അതുപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറേ ട്രൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക് അത് എൻ്റെ ചുണ്ടിൽ നിന്ന് പോകുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ചുണ്ട് തേച്ച് കളയേണ്ടി വന്നു ഈ ലിപ്സ്റ്റിക് ഒന്ന് കളയാനായിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് അത്ര നേരം ലാസ്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ഓയിലി ഫുഡ് കഴിച്ചാൽ കൂടി ആ ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യും. കാരണം ഇങ്ങനെ ചുണ്ടിൽ അവിടെ ഇവിടെയൊക്കെ കാണും. ഭയങ്കര പാടാണ് റിമൂവ് ചെയ്യാൻ. 2 ലിപ്സ്റ്റിക്കും വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, അടിപൊളിയാണ്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഈ ഫസ്റ്റ് ഷെയ്ഡ് ഹാഷ് 26 എന്ന് പറഞ്ഞ ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഷെയ്ഡ്. നല്ല ഷെയ്ഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു മീഡിയം ഫെയർ സ്കിൻ ടോണുകാർക്ക് ചേരും. പക്ഷേ ഈ ഷെയ്ഡിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഞാൻ നേരത്തെ ലിപ് ഗ്ലോസ് ഉണ്ടാകും അതുപോലെ ഒന്നുമല്ല, ഭയങ്കരമായിട്ട് ചുണ്ട് തേച്ച് കഴിഞ്ഞാൽ ചുണ്ടിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അങ്ങ് സ്റ്റിക്ക് ആയിപ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ 2-in-1 ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലിപ് ഗ്ലോസും വരുന്നുണ്ട്, ലിപ്സ്റ്റിക്കും വരുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ലിപ്സ്റ്റിക് എനിക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ 75 റുപ്പീസിനാണ്. ഞാൻ നൈക്കന്നാണ് വാങ്ങിയത്. 75 റുപ്പീസിന്. ഈ ലിപ് ഗ്ലോസ് വേണമെങ്കിൽ ലിപ് ഗ്ലോസും ഇവർ ഇതിൽ പറയുന്നത് അത് ഒട്ടും സ്റ്റിക്ക് അല്ലതാണ്. പക്ഷേ ലിപ് ഗ്ലോസും സ്റ്റിക്കിയാണ്, ലിപ്സ്റ്റിക്കും സ്റ്റിക്കിയാണ്. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഷെയ്ഡ് നല്ലതാണ്. അതുപോലെ ഇത്രയും നേരം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഈ ഒരു റേഞ്ചിന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡ്. എനിക്ക് ഒട്ടും പറ്റാത്തൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് ചേരുന്നില്ല ഈ ഷെയ്ഡ്. സത്യം പറഞ്ഞാൽ ഒരു നല്ല ഫെയർ സ്കിൻ ടോണുകാർക്ക് ചേരുമായിരിക്കും. ഞാൻ ഇതും സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ ഷെയ്ഡ് ഇതാ ഷെയ്ഡ്. എനിക്ക് ചേരുന്നില്ല. ഞാൻ അതിപ്പോൾ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഇതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഷെയ്ഡ് ചേരാത്തതാണ്. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ കൂട്ട് എല്ലാ കാര്യങ്ങളുണ്ട്, വാട്ടർ പ്രൂഫും കാര്യങ്ങളെല്ലാം ആണ്. ഈ പ്രൈസിന് സൂപ്പർബാണ്. ഈ 2 ലിപ്സ്റ്റിക്കിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ചുണ്ട് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. അത് മാത്രമുള്ളൊരു കുഴപ്പം. ലിപ് ഗ്ലോസും സ്റ്റിക്കി അല്ലെന്ന് പറയാം, പക്ഷേ ലിപ് ഗ്ലോസും സ്റ്റിക്കിയാണ്. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് തന്നെ പോലെ ലിപ് ഗ്ലോസ് ഇടുമ്പോൾ എനിക്ക് ഈ ഷെയ്ഡ് കുറച്ചൊക്കെ സഹിക്കാം എന്നുള്ള രീതി ഇരിക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മിസ് ക്ലെയറിൻ്റെ പർച്ചേസ് ചെയ്ത സെക്കൻഡ് ഷോർട്സിൽ പറയുന്ന ലിപ്സ്റ്റിക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കൊള്ളാം. ഇതെനിക്ക് 75 റുപ്പീസിനാണ് കിട്ടിയത് ഈ ലിപ്ഫിനിറ്റി ലിപ്സ്റ്റിക്ക്. ഇത് മിസ് ക്ലെയറിൻ്റെ കളർ സ്റ്റേ ഫുൾ ടൈം ലിപ് കളറാണ്. അപ്പോൾ ഈ ലിപ് കളർ എനിക്ക് ഷെയ്ഡ് 19 ഹാഷ് 19 ആണ് എൻ്റെ ഷെയ്ഡ്. എനിക്ക് ഷെയ്ഡ് ചേരുന്നില്ല. ഫെയർ സ്കിൻ ടോണുകാർക്ക് ചേരുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതെനിക്ക് കിട്ടിയത് 88-ന്, ഫസ്റ്റ് ഷെയ്ഡ് 75-നാണ് കിട്ടിയത്. നൈക്കനാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ 2ൻ്റെയും സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല. അപ്പോൾ ഞാൻ നൈക്കയുടെ ലിങ്ക് എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഷോർട്സിൽ 2 നോൺ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലിപ് കളറിനെ പറ്റി പറയുന്നുണ്ട്. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ആണ്. അപ്പോൾ രണ്ടും ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ്. 2 വെറൈറ്റി ഷെയ്ഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. ഇത് നോൺ ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലി വേറെ ഒരു ലിപ്സ്റ്റിക് 30 സെക്കൻഡിനുള്ളിൽ ഡ്രൈ ആവും. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ആ ഒരു റേഞ്ചെങ്കിലും എടുക്കും ഒന്ന് ഡ്രൈ ആയി ഒന്ന് മാറ്റ് ഫിനിഷ് കിട്ടാനായിട്ട്. അതെനിക്ക് ഭയങ്കര ഡിഫക്റ്റ് ആയിട്ട് തോന്നി. അല്ലെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ഷെയ്ഡിനെ പറ്റി പറയാം. കൊക്കോ പ്ലം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് 05. അത് ഞാൻ സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ്. എനിക്ക് ഷെയ്ഡ് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണൊക്കെ ചേരുന്നൊരു ഷെയ്ഡാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇതെനിക്ക് പർച്ചേസ് ചെയ്തപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ 95 റുപ്പീസിനാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു പിക്ക് ഇവിടെ കൊടുത്തേക്കാം. ഇതാണ് നല്ല ഒരു നല്ലൊരു ലിപ് കളറാണ് നോക്കുന്നെങ്കിൽ ഇത് നല്ലതായിരിക്കും. അടുത്തത് വന്നിട്ട് സെയിം പ്രൊഡക്റ്റ് തന്നെ വേറൊരു ഷെയ്ഡ്, കോഫി കമാൻഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. എൻ്റെ പൊന്നോ, ഈ ഷെയ്ഡ് ഒരു രക്ഷയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണം, കോഫിയുടെ മണം, നമുക്കത് ഭയങ്കര ഒരു ഫീലാണ് ഈ മണം. നല്ല അടിപൊളി മണമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്മെല്ല്. ഇത് നമ്മളിപ്പോൾ ഒരു മീഡിയം സ്കിൻ ടോണുകാർക്ക് ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂഡ് ഷെയ്ഡ് പോലെ. അധികം ലിപ്സ്റ്റിക് ഒന്നും ഒത്തിരി കളർഫുൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഇത് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അധികം ലിപ്സ്റ്റിക് ഇട്ട പോലെ ഫീൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് അടിപൊളിയായിരിക്കും, നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഈ കോഫി കമാൻഡിൻ്റെ ഷെയ്ഡ് നമ്പർ 11 ആണ്. ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം.
ഇത് കണ്ട, ഇതാണ് ഷെയ്ഡ്. ഇതാ ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ ഈ ഷെയ്ഡ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. അടിപൊളി ഷെയ്ഡാണ്, ഒരു ന്യൂഡ് ആ ഒരു ഫീൽ കിട്ടും, നല്ല സൂപ്പർ ഷെയ്ഡാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇത്രയും പ്രൊഡക്ട്സ്, എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക്. പക്ഷേ ചില പ്രൊഡക്ട്സ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും ആ പ്രൊഡക്ട്സ് ഒക്കെ മിന്ത്ര, ആമസോൺ അങ്ങനെ പല സൈറ്റ്സിലും ഉണ്ട്. പക്ഷേ ഏറ്റവും കുറവ് ഏത് സൈറ്റിലാണെന്നുള്ളത് നോക്കി ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലാത്തൊക്കെ ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. രണ്ടിടത്തും വേണേൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ഇത് 2 പർച്ചേസ് ചെയ്ത് 95 റുപ്പീസിനാണ്. അപ്പം ഞാൻ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ലിപ് ഗ്ലോസ് ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, 2-in-1 ലിപ്സ്റ്റിക് ഉണ്ട്, ട്രാൻസ്ഫർ പ്രൂഫ് ലിപ് കളർ, എല്ലാം കൂടി എന്ന് പറയുമ്പം ഇത്രയും പറഞ്ഞ ഐറ്റംസും 100 റുപ്പീസിന് താഴെയുള്ള ഭയങ്കര അഫോർഡബിൾ ആണ്, ഭയങ്കരമായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ, കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ബൈ, ലവ് യു.